ഹായ്, എല്ലാവർക്കും സൈലം പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലോട്ട് സ്വാഗതം. നമുക്കറിയാം PSC നമുക്ക് ഏകദേശം എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മളോട് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കറണ്ട് അവെയർ ഭാഗത്തിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങ് പഠിച്ചു പോയി തുടങ്ങാം. ഓക്കെ, നമ്മൾ ഇന്ന് പോകുന്നത് മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട് 2023, 2022, 2024 മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒട്ടനവധി കൃതികളും വ്യക്തികൾക്കും മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ ക്ലാസ്സിലോട്ട് നോക്കാം. PSC ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നു, അല്ലെ? മലയാള ഭാഷാ സാഹിത്യത്തിലെ മികച്ച സംഭാവനകൾക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം 1993 നൽകി തുടങ്ങിയെന്ന് നമുക്കറിയാം. നൽകി തുടങ്ങുമ്പോൾ സമ്മാനത്തുക 1 ലക്ഷം രൂപയായിരുന്നു. നിലവിൽ എത്രയാണ്? 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക. നമ്മൾ ക്ലാസ്സുകളിൽ എല്ലാം പഠിച്ചതാണ്. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയായിരുന്നു, അല്ലെ? രണ്ടാമത് തകഴി ശിവശങ്കര പിള്ള, മൂന്നാമത് ബാലാമണി അമ്മ എന്നുള്ളത്, അല്ലെ? ബാലാമണി അമ്മയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത. ചോദിക്കുകയാണെങ്കിൽ ബാലാമണി അമ്മ എന്നുള്ളതുമാണ്. നമ്മൾ അങ്ങനെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, സമഗ്ര സംഭാവനയാണ്, കൃതികൾക്കല്ല. പക്ഷേ നമ്മളോട് ഒരുപക്ഷെ എന്തു ചെയ്യാം, എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയുടെ ഏതെങ്കിലുമൊക്കെ കൃതികളൊക്കെ ചോദിക്കാം. അങ്ങനെ PSC ചോദിച്ചിട്ടുമുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കുന്നു 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ അത് SK വസന്തനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ SK വസന്തനാണ്. ഇനി അങ്ങനെയല്ല PSC നമ്മളോട് ചോദിക്കുക, 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? അത് SK വസന്തനാണ്. അപ്പൊ 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? SK വസന്തനാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വ്യക്തി SK വസന്തനാണ്. അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് കൃതികൾ ഞാൻ ഇവിടെ എഴുതുന്നു. ഒന്ന്, നമ്മൾ നടന്ന വഴികൾ. മറ്റൊന്ന്, കൂടിയല്ല ജനിക്കുന്ന നേരത്തും. കൂടിയല്ല ജനിക്കുന്ന നേരത്തും. മറ്റൊന്ന്, കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, അല്ലേ? കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു. കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടുവിന് അദ്ദേഹത്തിന് 2007 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഒരു കൃതിയും കൂടിയാണ് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചു 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് SK വസന്തനാണ്. അപ്പോൾ എത്രാമതാണ് പുരസ്കാരം ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയും കൂടിയാണ് SK വസന്തൻ. അദ്ദേഹത്തിന്റെ ഒരു 3 കൃതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമ്മൾ നടന്ന വഴികള്, കൂടിയെല്ലാം ജനിക്കുന്ന നേരത്തും, മറ്റൊന്ന് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന് പറയുന്നതും അദ്ദേഹം രചിച്ചിരിക്കുകയാണ്. അപ്പോ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ നിലവിലെ സമ്മാനത്തിൽ ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. PSC ഒരുപക്ഷെ 2023 തന്നെ ചോദിക്കണമെന്നില്ല. നമ്മളോട് ഇനി 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് A സേതുമാധവനാണ്. A സേതുമാധവൻ. 2022 30ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് A സേതുമാധവനാണ്. നമ്മൾ A സേതുമാധവന്റെ ഒത്തിരി കൃതികളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്, അല്ലെ? പേടി സ്വപ്നങ്ങൾ, അടയാളങ്ങൾ, മറുപിറവി, താളിയോല, നിയോഗം, കൈമുദ്രകൾ, 7ാം പക്കം, അപ്പും അച്ചുവും, ചേക്കുട്ടി, ഇതെല്ലാം A സേതുമാധവന്റെ കൃതികളാണ്. അതോടൊപ്പം നമ്മൾ ഓർത്തിരിക്കുക, 2021 എഴുത്തച്ഛൻ പുരസ്കാരം 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് P വത്സലയാണ്. P വത്സല. ഒരുപക്ഷെ നമ്മളോട് ചോദിക്കാം, P വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം ചോദിക്കാം. 2021 ഒന്ന് ഓർത്ത് വെച്ച്. കാരണം P വത്സല 2023 നവംബർ മാസം 21ാം തീയതിയാണ് ആരന്തരിക്കുന്നത്? P വത്സല അന്തരിക്കുന്നു. എഴുത്തുകാരിയാണ് P വത്സല. 2023 നവംബർ മാസം 21ാം തീയതിയാണ് P വത്സല അന്തരിക്കുന്നു. ആ 21 കൂടി എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് P വത്സലയാണ്. അപ്പോ മലയാള സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. പറഞ്ഞു നൽകി തുടങ്ങിയത് 93
എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങുമ്പോൾ സമ്മാന തുക 1 ലക്ഷം രൂപയായിരുന്നു. നിലവിൽ എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ഡോക്ടർ SK വസന്തനാണ്. ഡോക്ടർ SK വസന്തൻ. എഴുത്തച്ഛൻ പുരസ്കാരത്തിന് ശേഷം നമുക്ക് നോക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് വയലാർ പുരസ്കാരം, അല്ലെ? വയലാർ പുരസ്കാരത്തെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിലെ ജ്ഞാനപീഠം എന്നറിയപ്പെടുന്ന പുരസ്കാരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. മലയാളത്തിലെ ജ്ഞാനപീഠം എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. കാര്യം, ജ്ഞാനപീഠ പുരസ്കാരം മുൻപ് കൃതികൾക്കാണ് നൽകിയിരുന്നത്, അല്ലെ? ശേഷമാണ് ജ്ഞാനപീഠ പുരസ്കാരം സമഗ്ര സംഭാവനകൾക്കായത്. പക്ഷെ വയലാർ പുരസ്കാരം കൃതികൾക്ക് തന്നെയാണ് ഇപ്പോഴും നൽകുന്നത്. വയലാർ പുരസ്കാരം കൃതികൾക്ക് തന്നെയാണ് നൽകുന്നത്. അപ്പൊ മലയാളത്തിലെ ജ്ഞാനപീഠം എന്നറിയപ്പെടുന്ന പുരസ്കാരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് വയലാർ പുരസ്കാരമാണ്. വയലാർ പുരസ്കാരം ഏറ്റവും അവസാനം നടന്ന ഒരു PSC ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വയലാർ പുരസ്കാരം ലഭിച്ച കൃതി ഏതെന്ന് PSC ചോദിച്ചായിരുന്നു, അല്ലെ? വയലാർ പുരസ്കാരം 1977 വയലാർ പുരസ്കാരം നൽകി തുടങ്ങുന്നു. വയലാർ പുരസ്കാരം നൽകി തുടങ്ങുമ്പോൾ സമ്മാന തുക 25,000 രൂപയായിരുന്നു. വയലാർ പുരസ്കാരത്തിന്റെ സമ്മാന തുക 25,000 രൂപയാണ്. നിലവിൽ എത്രയാണ്? 1 ലക്ഷം രൂപയാണ് നിലവിലെ സമ്മാന തുക. പ്രഥമ വയലാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഒരു വനിതയ്ക്കാണ്. ആർക്കാണ്? ലളിതാംബിക, അല്ലെ? അന്തർജനം. ലളിതാംബിക അന്തർജനത്തിന്റെ ഏത് കൃതിക്കാണ്? അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിയാണ്. അഗ്നിസാക്ഷി. ഇതാണ് PSC ചോദിച്ചത്. പ്രഥമ വയലാർ പുരസ്കാരത്തിന് അല്ലെങ്കിൽ അവാർഡ് ലഭിച്ച കൃതി ഏതെന്നായിരുന്നു PSC ചോദിച്ചത്. ഏതാണ് കൃതി? അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിയാണ്, അല്ലെ? ആദ്യം ലളിതാംബിക അന്തർജനം, അഗ്നിസാക്ഷി. അതിനുശേഷം PK ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ, മലയാറ്റൂരിന്റെ യന്ത്രം, തകഴിയുടെ കയറ്, വയലോപ്പള്ളി ശ്രീധരമേനോന്റെ മകരക്കൊയ്ത്ത്, ONV കുറുപ്പിന്റെ ഉപ്പ്, MK മേനോൻ അവകാശികൾ, സുഗതകുമാരി, അമ്പലമണി, MD വാസുദേവൻ നായർ, അങ്ങനെ എല്ലാ കൃതികളും വ്യക്തികളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ലഭിച്ച ആദ്യ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനത്തിന് ഏത് കൃതിക്കാണ് ലഭിച്ചു എന്ന് ചോദിച്ചാൽ അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ്. നമ്മളോട് ചോദിക്കാം 2023 വയലാർ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രീകുമാരൻ നമ്പിയാണ്, അല്ലെ? 2023 വയലാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വ്യക്തി 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വ്യക്തിയും കൂടിയാണ് ശ്രീകുമാരൻ നമ്പി. ശ്രീകുമാരൻ നമ്പിയുടെ ഏത് കൃതിക്കാണ് വയലാർ പുരസ്കാരം ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയായിട്ടുള്ള ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്കാണ്. ശ്രീകുമാരൻ നമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നത്. ആ കൃതിക്കാണ് 2023 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെ ഒരുപക്ഷെ 2023 തന്നെ ചോദിക്കണമെന്നില്ല, നമ്മളോട് 2022 ചോദിക്കാം. 2022 വയലാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് S ഹരീഷിനാണ്. S ഹരീഷ്. ഏതാണ് കൃതി? മീസ എന്ന് പറയുന്നത്, അല്ലെ? മീസ എന്ന നോവലിനാണ് S ഹരീഷ്. മീസ. ഇനി 2022 അറിയാലോ PSC ഇപ്പൊ 2022 അല്ല 2021 ചോദിക്കുന്നുണ്ട്. 2021 ചോദിച്ചാൽ ആരാണ്? ബെന്യാമിനാണ്. ബെന്യാമിൻ. ബെന്യാമിന്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, അല്ലേ? മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾക്കാണ്. നോക്കി വെച്ചേ, മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ അദ്ദേഹത്തിന് 2021 വയലാർ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് ബെന്യാമിന്. ബെന്യാമിന് വയലാർ പുരസ്കാരം 2021 ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾക്കാണ്. അപ്പോ 2023 വയലാർ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ശ്രീകുമാരൻ നമ്പിയാണ്. ഏതാണ് കൃതി എന്ന് ഓർത്ത് വെച്ചിരിക്കുക? ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നതാണ്. ഇനി ഒരുപക്ഷെ ശ്രീകുമാരൻ നമ്പിയുടെ ആത്മകഥ ഏതെന്ന് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. ശ്രീകുമാരൻ നമ്പിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് വള്ളത്തോൾ പുരസ്കാരം എന്ന് പറയുന്നത്, അല്ലെ? വള്ളത്തോൾ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം പോലെ സമഗ്ര സംഭാവനയാണ് വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത്. സമഗ്ര സംഭാവനയാണ് വള്ളത്തോൾ പുരസ്കാരം. 2019 ശേഷം വള്ളത്തോൾ പുരസ്കാരം മറ്റാർക്കും നൽകിയിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയത്, വള്ളത്തോൾ പുരസ്കാരം 1991 വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയത്.
നിലവിലെ വള്ളത്തോൾ പുരസ്കാരത്തിന്റെ സമ്മാന തുക 1,11,111 രൂപയാണ്. PSC ഏറ്റവും കൂടുതൽ തവണ സമ്മാന തുകയുള്ള കൃതി ചോദിച്ചത് വള്ളത്തോൾ പുരസ്കാരമാണ്. കാര്യം അതൊരു ഫാൻസി നമ്പറാണ്, നമുക്ക് തെറ്റിപ്പോവാം. 1,11,111 എഴുതുമ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം. ആദ്യം 1 എഴുതുന്നു, രണ്ടാമത് നമ്മൾ എഴുതാൻ പോകുമ്പോൾ 2 എഴുതുന്നു, മൂന്നാമത് നമ്മൾ എഴുതാൻ പോകുമ്പോൾ അവിടെ 3 എഴുതുന്നു. 1,11,111 രൂപയാണ് സമ്മാന തുക എന്ന് പറയുന്നത്. പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വ്യക്തി ചോദിക്കുകയാണെങ്കിൽ പാലാ നാരായണൻ നായർക്കാണ് വള്ളത്തോൾ പുരസ്കാരം. ശേഷം 29ാമത് പുരസ്കാരം 2019 29ാമത് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പോൾ സക്രിയയാണ്. 29ാമത് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പോൾ സക്രിയയ്ക്കാണ്. പോൾ സക്രിയ 18 27ാമത് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ എം മുകുന്ദനാണ്. എം മുകുന്ദൻ. അപ്പോ വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങുന്നത് 91ലാണ്. സമ്മാന തുക 1,11,111 രൂപയാണ് സമ്മാന തുക. സമഗ്ര സംഭാവനയ്ക്കാണ് വള്ളത്തോൾ പുരസ്കാരം നൽകുന്നു. 19 ആർക്ക് ലഭിച്ചു എന്ന് PSC ചോദിച്ചതാണ്. ഈ വർഷം PSC ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് PSC ചോദിച്ചതാണ്. ആർക്കാണ്? പോൾ സക്രിയയ്ക്കാണ്. പോൾ സക്രിയ. ഇനി 18 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കാണ്? എം മുകുന്ദനാണ്. 2018 ആർക്കാണ്? എം മുകുന്ദനാണ്. രണ്ടുപേരും എന്ത് ചെയ്യാം, ഒന്ന് നന്നായിട്ട് ഓർത്ത് വെച്ചേക്കുക. ശേഷം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം എന്നറിയപ്പെടുന്നത്, അല്ലെ? ഗുരുവായൂർ ട്രസ്റ്റ് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഗുരുവായൂർ ട്രസ്റ്റ് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത്, അല്ലെ? നമുക്കറിയാം പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ജി ശങ്കരക്കുറുപ്പിന് ഏത് കൃതിക്കെന്ന് നമുക്കറിയാം, ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ നിന്നും ആ ജ്ഞാനപീഠ പുരസ്കാരത്തിൽ നിന്നും അദ്ദേഹം ഒരു തുക എന്നാണ് എന്ത് ഇങ്ങോട്ട് മാറ്റിവെച്ചു. ഓടക്കുഴൽ കൃതി എന്ന പേരിൽ പിന്നീട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ട്രസ്റ്റ് എന്ത് ചെയ്യാണ്, നൽകുകയാണത്. ഓടക്കുഴൽ പുരസ്കാരം 1968 നൽകി എന്നുള്ളതാണ് സത്യം. 1968 ഓടക്കുഴൽ പുരസ്കാരം നൽകുകയാണ്. ബാലകവി രാമന്റെ നാരായണീയം എന്ന് പറയുന്ന കൃതിക്ക് നൽകിയിട്ടുമുണ്ട് 68. PSC നമ്മളോട് ഏറ്റവും കൂടുതൽ 69ലാണ് ചോദിച്ചു തുടങ്ങുന്നത്. 1969 ഓടക്കുഴൽ പുരസ്കാരം പ്രഥമ ഓടക്കുഴൽ എന്ന് 69ലാണ് PSC ചോദിച്ചു തുടങ്ങുക. 69 ഓടക്കുഴൽ പുരസ്കാരം 1969 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. കുറുപ്പ് അല്ലെ? പ്രഥമ പുരസ്കാരം ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. തുളസീദാസ രാമായണം എന്ന് പറയുന്ന കൃതിയുടെ വിവർത്തനമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. തുളസീദാസ രാമായണം, തുളസീദാസ രാമായണം അതിന്റെ വിവർത്തനത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഭഗവാനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. കൃഷ്ണന്റെ ഒരു കയ്യിൽ ഓടക്കുഴൽ ഉണ്ടായിരിക്കും, മറുകയിൽ ഒരുപക്ഷെ വെണ്ണ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒന്ന് സങ്കല്പിച്ചാലും മതി. കഴുത്തില് തുളസിമാല ഉണ്ട് എന്ന് ഒന്ന് സങ്കല്പിക്കുക. നോക്കൂ. അപ്പൊ ഓടക്കുഴൽ പുരസ്കാരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, കൃതി തുളസീദാസ രാമായണം എന്ന് പറയുന്ന കൃതിക്കാണ്. അതേപോലെ നമുക്ക് ഓർത്ത് വെച്ചേക്കാം 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണൻ. 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ PN ഗോപികൃഷ്ണനാണ്. ഏത് കൃതിക്കാണ്? കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കൃതിക്കാണ്. കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കൃതിക്കാണ് PN ഗോപികൃഷ്ണന് 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. അതിൽ തന്നെ നമുക്ക് പറഞ്ഞായിരുന്നല്ലേ, ഓടക്കുഴൽ കൃഷ്ണന്റെ കയ്യിലാണ്. അപ്പൊ കൃഷ്ണന്റെ കയ്യിലാണ്. കവിത മാംസഭോജിയാണ്. ഒന്ന് ചിന്തിച്ചാൽ മതി, കൃഷ്ണൻ സസ്യഭോജിയാണ്, മാംസഭോജിയല്ല. അപ്പോ ഇവിടുത്തെ കവിത മാംസഭോജിയാണ് എന്നുള്ളതാണ്. ഇനി നമ്മളോട് ഒരുപക്ഷെ 2022 52ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിക്കാം. 2022 52ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വ്യക്തി അംബികാസുധൻ മങ്ങാടാണ്. അംബികാസുധൻ മങ്ങാട്. ഏതാണ് കൃതി? പ്രാണവായു എന്ന് പറയുന്ന കൃതിയാണ്. ഇതൊരു ഓടക്കുഴലായിട്ടൊന്ന് സങ്കല്പിക്കാനേ പറഞ്ഞോളൂ. ഇതൊരു ഓടക്കുഴലാണെന്നൊന്ന് സങ്കല്പിക്കുക. നമ്മൾ ഇതുവഴിയാണ് നമ്മൾ വായു വിട്ട് ശബ്ദങ്ങളായിട്ട് വരുന്നു. പ്രാണവായു.
കൃഷ്ണന്റെ കയ്യിൽ ഓടക്കുഴലുണ്ട്, പ്രാണവായു. അല്ലെ? അപ്പൊ 53ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിക്കണമെങ്കിൽ ആരാണ്? അത് PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണൻ. ഏതാണ് കൃതി എന്ന് ചോദിച്ചാൽ ഏത് കൃതിയാണ്? കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. 52ാമത് പുരസ്കാരം അംബികാസുരൻ മങ്ങാടാണ്. ഏതാണ് കൃതി എന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രാണവായു എന്ന് പറയുന്ന കൃതിക്കാണ്. 51ാമത് പുരസ്കാരം സാറാ ജോസഫിനാണ്. സാറാ ജോസഫിന്റെ ബുധിനി എന്ന് പറയുന്ന കൃതിക്കാണ് നൽകിയിരിക്കുന്നത്. നോക്കിക്കോളൂ. അതിനുശേഷം നമ്മൾ പോകേണ്ടത് ജ്ഞാനപ്പാന പുരസ്കാരത്തിലോട്ടാണ്. ജ്ഞാനപ്പാന പുരസ്കാരം. ജ്ഞാനപ്പാന പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെയാണ് നൽകുന്ന ജ്ഞാനപ്പാന പുരസ്കാരം. 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി എന്ന് പറയുന്ന വ്യക്തിയാണ്. രാധാകൃഷ്ണൻ കാക്കശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്. രാധാകൃഷ്ണൻ കാക്കശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്. 2023 ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ വി മധുസൂദനൻ നായർക്കാണ്. 2023 വി മധുസൂദനൻ നായർക്കാണ്. ജ്ഞാനപ്പാന പുരസ്കാരം സമ്മാനത്തുക ചോദിക്കുകയാണെങ്കിൽ 25,000 രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക. 25,000 രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. ഇതും ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന ഒരു പുരസ്കാരമാണ് ജ്ഞാനപ്പാന പുരസ്കാരം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി നമ്മളൊരു പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിരിക്കും രാധാകൃഷ്ണൻ കാക്കശ്ശേരി എന്ന് പറയുന്നത്. അപ്പൊ 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കണമെങ്കിൽ ആരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള കൃതിയുണ്ട്, കവിയുടെ കണ്ണുനീർ എന്നറിയപ്പെടുന്നതാണ്. കണ്ണുനീർ. കവിയുടെ കണ്ണുനീർ എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. കവിയുടെ കണ്ണുനീർ എന്നറിയപ്പെടുന്നത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയുടേത്. ഇനി 2023 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആർക്ക് ലഭിച്ചു? വി മധുസൂദനൻ നായർക്കാണ്. കോടതി സ്റ്റേ ചെയ്ത ഒരു പുരസ്കാരം കൂടിയായിരുന്നു വി മധുസൂദനൻ നായരുടെ ജ്ഞാനപ്പാന പുരസ്കാരം. അന്ന് ഒത്തിരി വിഷയങ്ങൾ കൂടി ആയിരുന്നതാണ്. അപ്പോ 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കണമെങ്കിൽ ആരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2023 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കാണ്? വി മധുസൂദനൻ നായർക്കാണ്. 2023 ലഭിച്ചത് വി മധുസൂദനൻ നായർക്ക്. അടുത്തൊരു പുരസ്കാരമാണ് പൂന്താനം സ്മാരക പുരസ്കാരം 2024. അല്ലെ? പൂന്താനമാണ് ജ്ഞാനപ്പാന എഴുതിയത്. പൂന്താനമാണ് ജ്ഞാനപ്പാന. നമ്മൾ ആദ്യം ഒരു കൃതി പറഞ്ഞായിരുന്നു, കൂടിയല്ല ജനിക്കുന്ന നേരത്തും. അല്ലെ? പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിലെ വരികളാണ്. കൂടിയല്ല പിറക്കുന്ന നേരത്തും, കൂടിയല്ല മരിക്കുന്ന നേരത്തും, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തും, മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ എന്നൊക്കെ പറഞ്ഞ് ജ്ഞാനപ്പാന പൂന്താനത്തിന്റെ വരികളാണ് അതെല്ലാം. അപ്പൊ പൂന്താനം സ്മാരക പുരസ്കാരം ഇതും സമഗ്ര സംഭാവനയാണ്. സമഗ്ര സംഭാവനയാണ്. ഇതില് 2024 പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചായിരുന്ന വയലാർ പുരസ്കാരം ലഭിച്ച ശ്രീകുമാരൻ നമ്പിക്കാണ് 2024 പൂന്താനം സ്മാരക പുരസ്കാരം. സമഗ്ര സംഭാവനയ്ക്ക് സമ്മാനത്തുക ഇവിടെയും 25,000 രൂപയാണ് സമ്മാനത്തുക എന്ന് പറയുന്നത്. സമഗ്ര സംഭാവനയാണ്. ശ്രീകുമാരൻ നമ്പി എഴുതിയ എല്ലാ കൃതികളും കൂടി ചേർത്തുള്ള സമഗ്ര സംഭാവനയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന പൂന്താന കൃതി. സോ ശ്രീകുമാരൻ നമ്പിക്കാണ് അപ്പോൾ സമഗ്ര സംഭാവന ലഭിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം പൂന്താനം സ്മാരക പുരസ്കാരം 2024 യുവപ്രതിഭാ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ എം ജീവേഷ് ആണ്. എം ജീവേഷ്. യുവ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് എം ജീവേഷ് ആണ്. യുവപ്രതിഭാ പുരസ്കാരത്തിന്റെ സമ്മാനതുക 10,000 രൂപയാണ്. സമ്മാനതുക 10,000 രൂപയാണ് സമ്മാനതുക എന്ന് പറയുന്നത്. എം ജീവേഷിന്റെ ഏത് കൃതിക്കാണ് പുരസ്കാരം നൽകിയെന്ന് ചോദിച്ചാൽ എന്റെ പ്രണയ കവിതകൾ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. എന്റെ പ്രണയ കവിതകൾ എന്ന് പറയുന്ന കൃതിക്കാണ്. അപ്പോ പൂന്താനം സ്മാരക പുരസ്കാരം 2024 സമഗ്ര സംഭാവന പുരസ്കാരം ശ്രീകുമാരൻ നമ്പിക്കാണ്. സമ്മാനത്തുക ചോദിക്കുകയാണെങ്കിൽ 25,000 രൂപയാണ് സമ്മാനത്തുക. ഇനി യുവപ്രതിഭാ പുരസ്കാരം സമ്മാനത്തുക 10,000 രൂപയാണ്. ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആർക്ക് ലഭിച്ചു? എം ജീവേഷ് എന്ന് പറയുന്ന വ്യക്തിക്കാണ്. ഏതാണ് കൃതി? അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് നൽകിയെന്ന് ചോദിച്ചാൽ എന്റെ പ്രണയ കവിതകൾ എന്ന് പറയുന്ന കൃതിക്കാണ് നൽകിയിരിക്കുന്നത്. എന്റെ പ്രണയ കവിതകൾ. ഒപ്പം നമ്മളൊരു കാര്യം ഇവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഞാൻ അവിടെ ഒന്ന് പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടിയായിരുന്നു. ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ സമ്മാനതുക എത്രയാണ്? 30,000 രൂപയാണ്. ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ സമ്മാനതുക 30,000 രൂപയാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഓടക്കുഴൽ പുരസ്കാരം സമ്മാനതുക 30,000 രൂപയാണ് സമ്മാനതുക. ഇനി ഒന്ന് രണ്ട് കാര്യം ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞ് നമുക്ക് മറ്റു പുരസ്കാരങ്ങളിലോട്ട് പ്രവേശിക്കാം. നമ്മളിപ്പോ ഓൺലൈനില്
നമ്മുടെ LSGSന്റെ മെയിൻസ് പ്ലസ് സ്പെഷ്യൽ ടോപ്പിക്ക് അല്ലേ, അതോടൊപ്പം നമ്മൾ മറ്റ് ബാച്ചുകൾ HCA ക്ലാസ്സുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ പഠിച്ച് LSGS സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഡിഗ്രി ലെവല് ബാക്കി ബാച്ചുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതോടൊപ്പം നമ്മൾ ഓഫ്ലൈനിൽ എന്ത് ചെയ്യാണ്, ബാച്ചുകൾ ആരംഭിച്ചു. സെക്രട്ടറി അസിസ്റ്റന്റ്, അതോടൊപ്പം ജനറൽ PSC, ഒപ്പം നമ്മൾ തിരുവനന്തപുരം ഓഫ്ലൈനിൽ LGSന് മാത്രമായിട്ട് നമ്മളൊരു മെയിൻ ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഓഫ്ലൈനിൽ വന്നിരുന്ന് പഠിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ വിളിച്ചിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത പുരസ്കാരത്തിലോട്ട് പോകാം. കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം. കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം അല്ലേ, 2024 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. കടമനിട്ട നമുക്കറിയാം, പത്തനംതിട്ട പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് കടമനിട്ട രാമകൃഷ്ണൻ എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നൽകുന്ന ഒരു പുരസ്കാരമാണ് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം എന്ന് പറയുന്നത്. 2015 മുതലാണ് പുരസ്കാരം നൽകി തുടങ്ങുന്നത്. 2015 മുതലാണ്. സമ്മാനതുക 55,555 രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക. ഒരു ഫാൻസി നമ്പറാണ്. ONV ക്കാണ് ആദ്യ പുരസ്കാരം ലഭിച്ചത്. ONV കുറിപ്പിനാണ് കടമനിട്ട പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ONV കുറിപ്പാണ്. അപ്പൊ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, 2024 കടമനിട്ട പുരസ്കാരം റഫീഖ് അഹമ്മദിനാണ്. ഒന്ന് ഓർത്ത് വെച്ചേ, 2024 കടമനിട്ട പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ റഫീഖ് അഹമ്മദിനാണ്. അതോടൊപ്പം 2023 ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രഭാവർമ്മയ്ക്കാണ്. 2023 പ്രഭാവർമ്മയ്ക്കാണ്. കടമനിട്ട പുരസ്കാരവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് കടമനിട്ട പുരസ്കാരം. സമഗ്ര സംഭാവനയാണ്. അപ്പോ 2024 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കണമെങ്കിൽ ആരാണ്? റഫീഖ് അഹമ്മദും. 2023 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആരാണ്? അത് പ്രഭാവർമ്മയ്ക്കുമാണ്. 2023 ആർക്ക് ലഭിച്ചു? പ്രഭാവർമ്മ. പ്രഥമ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? ONV ക്കാണ്. നൽകി തുടങ്ങിയത് 2015 മുതലാണ്. 2015 മുതലാണ് നൽകി തുടങ്ങിയത്. ഇനി നമുക്ക് 1-2 പുരസ്കാരമാണ്. അക്കിത്തം അവാർഡ് അല്ലെ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അക്കിത്തം 2020 അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം തപസ്യ കലാസാഹിത്യ സമിതി ഏർപ്പെടുത്തുന്നതാണ്. തപസ്യ കലാസാഹിത്യ വേദി ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് അക്കിത്തം പുരസ്കാരം. 2023 ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ KP ശങ്കരൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്കാണ്. 2023 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കാണ്? KP ശങ്കരൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്കാണ് 2023 പുരസ്കാരം. ഇതിന്റെ സമ്മാനതുക 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപയാണ് സമ്മാനതുക. 1 ലക്ഷം രൂപയാണ്. ഇനി പ്രഥമ അക്കിത്തം പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചാൽ MT വാസുദേവൻ നായർക്കാണ്. ഓർത്തിരിക്കുക, പ്രഥമ അക്കിത്തം പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? MT വാസുദേവൻ നായർക്കാണ്. പ്രഥമ അക്കിത്ത പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് MT വാസുദേവൻ നായർക്കാണ്. അപ്പോ 2023 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആർക്ക് ലഭിച്ചു? KP ശങ്കരൻ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനാണ് 2023 ലഭിച്ചത്. KP ശങ്കരനാണ്. KP ശങ്കരന്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു കൃതിയുണ്ട്, അനുശീലനം എന്ന് പറയുന്ന കൃതിയാണ്. അനുശീലനത്തിന് 2004 അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി സാഹിത്യ നിരൂപണത്തിനുള്ള പുരസ്കാരം ലഭിച്ച ഒരു കൃതിയും കൂടിയാണ് അനുശീലനം എന്ന് പറയുന്ന കൃതി. അപ്പോ KP ശങ്കരനെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അക്കിത്തം അവാർഡ് 2023 നമ്മളോട് ചോദിക്കാം. ആരാണ്? KP ശങ്കരനാണ്. പ്രഥമ അക്കിത്തം പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? MT വാസുദേവൻ നായരാണ്. അക്കിത്തം പുരസ്കാരവും ഈ പറഞ്ഞതുപോലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് അക്കിത്ത പുരസ്കാരം. സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് അക്കിത്ത പുരസ്കാരം എന്ന് പറയുന്നത്. അതോടൊപ്പം അഷിത സ്മാരക സാഹിത്യ പുരസ്കാരം. മലയാളത്തിലെ ഒരു പ്രശസ്ത എഴുത്തുകാരിയും കൂടിയാണ് അഷിത എന്ന് പറയുന്നത്.
അപ്പോൾ അശുദാസ് സ്മാരക സാഹിത്യ പുരസ്കാരം 2024 സമഗ്ര സംഭാവനയാണ്. പുരസ്കാരം 2024 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കാണ്? സാറാ ജോസഫിനാണ്. സാറാ ജോസഫിനാണ്. ഓക്കെ, 2024 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കാണ്? 2024 സാറാ ജോസഫിനാണ് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം നമ്മൾ അറിഞ്ഞിരിക്കുക 2023 ആർക്ക് ലഭിച്ചു? സുഭാഷ് ചന്ദ്രനാണ്. 2023 ആർക്ക് ലഭിച്ചിരിക്കുകയാണ്? സുഭാഷ് ചന്ദ്രൻ. സാറാ ജോസഫ് സമഗ്ര സംഭാവനയാണ്. അശുദാസ് സ്മാരക സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനതുക ചോദിക്കുകയാണെങ്കിൽ 25,000 രൂപയാണ് സമ്മാനതുക. എത്രയാണ്? 25,000 രൂപയാണ് സമ്മാനതുക. 2022 മുതലാണ് അശുദാസ് സാഹിത്യ പുരസ്കാരം നൽകുന്നത്. 2022 ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ 2022 സന്തോഷ് ഏച്ചിക്കാനം. സന്തോഷ് ഏച്ചിക്കാനത്തിനാണ് 2022 പ്രഥമ അശുദാസ് സ്മാരക സാഹിത്യ പുരസ്കാരം. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു. അക്കിത്തം അവാർഡ് 2023 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കാണ്? അത് KP ശങ്കരനാണ്. സമ്മാനത്തുക എത്രയെന്ന് നമ്മൾ പഠിച്ചു? 1,00,000 രൂപയാണ്. ഇനി പ്രഥമ അക്കിത്തം പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വ്യക്തി ആരാണ്? അത് MT വാസുദേവൻ നായരാണ്. അതിനുശേഷം അശുദാസ് സ്മാരക സാഹിത്യ പുരസ്കാരം 2024 നൽകി. 2024 ആർക്കാണ്? സാറാ ജോസഫിനാണ്. 2023 ആർക്ക് ലഭിച്ചു? സുഭാഷ് ചന്ദ്രന്. ഇതെല്ലാം സമഗ്ര സംഭാവനകൾക്ക് നൽകുന്നതാണ്. പ്രഥമ അശുദാസ് സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സന്തോഷ് ഏച്ചിക്കാനമാണ് പ്രഥമ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. നമ്മൾ അടുത്ത് പ്രവേശിക്കുന്നു ആശാൻ സ്മാരക കവിതാ പുരസ്കാരം. ആശാൻ കുമാരൻ ആശാന്റെ പേരില് നമ്മുടെ ചെന്നൈ ആശാൻ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ്. ചെന്നൈയിലെ ആശാൻ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന ഒരു പുരസ്കാരമാണ്. നോക്കൂ, ഇതിന്റെ സമ്മാന തുകയും 25,000 രൂപയാണ്. ഇതും സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ്. സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ്. 2022 നമ്മളിവിടെ പരാമർശിക്കുന്നത്. കാര്യം 2022 2024 പ്രഖ്യാപിച്ചത് കൊണ്ടാണ്. നമുക്കറിയാം കുമാരൻ ആശാൻ മരിച്ചു. അദ്ദേഹം 1924 ജനുവരി മാസം 16 അദ്ദേഹം അന്തരിക്കുന്നു. ഇപ്പൊ 2024 അദ്ദേഹത്തിന്റെ 100ാം ചരമവാർഷികമാണ് ഇവിടെ. അതിനോടനുബന്ധിച്ച് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ കുരീപ്പുഴ ശ്രീകുമാർക്കാണ് ലഭിച്ചിരിക്കുന്നത്. കുരീപ്പുഴ ശ്രീകുമാർക്കാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം 2022 ലഭിച്ചത്. ഓക്കെ, സമ്മാനതുക എത്ര തന്നെയാണ്? സമ്മാനതുക 50,000 രൂപയാണ്. സമ്മാനതുക 50,000 രൂപയാണ്. സമ്മാനതുക എത്ര എന്ന് ചോദിച്ചാൽ 50,000 രൂപയാണ് സമ്മാനതുക എന്ന് പറയുന്നത്. ഓക്കെ, 1985 മുതലാണ് 1985 മുതലാണ് എന്ത് ചെയ്യുന്നത്? പുരസ്കാരം നൽകി തുടങ്ങിയത്. സി മണി എന്ന് പറഞ്ഞൊരു വ്യക്തിക്കാണ് ആദ്യം പുരസ്കാരം. സി മണി എന്ന് പറഞ്ഞൊരു വ്യക്തിക്കാണ് ലഭിച്ചിരിക്കുന്നത്. സി മണിയാണ്. ഓക്കെ, അപ്പൊ പുരസ്കാരത്തിന്റെ സമ്മാനതുക എത്രയാണ്? 50,000 രൂപയാണ്. നേരത്തെ ഞാൻ 25 പറഞ്ഞായിരുന്നു, ക്ഷമിക്കുക. പുരസ്കാരത്തിന്റെ സമ്മാനതുക 50,000 രൂപ തന്നെയാണ്. അപ്പോൾ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം 2022 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ അത് കുരീപ്പുഴ ശ്രീകുമാർക്കാണ്. സമ്മാനതുക ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 50,000 രൂപയാണ് സമ്മാനതുക. പ്രഥമ പുരസ്കാരം സി മണി എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്കാണ് ലഭിച്ചിരിക്കുന്നത്. വർഷം 1985 മുതലാണ് നൽകി തുടങ്ങുന്നത്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് MK സാനു പുരസ്കാരം. MK സാനു അല്ലെ, MK സാനു പുരസ്കാരം. അദ്ദേഹം ഈ ഇടയ്ക്ക് അന്തരിച്ചായിരുന്ന MK സാനു. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നൽകുന്ന ഒരു പുരസ്കാരമാണ് MK സാനു പുരസ്കാരം. 2023 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ MT വാസുദേവൻ നായർക്കാണ്. 2023 ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. MK സാനു പുരസ്കാരത്തിന്റെ സമ്മാനതുക 25,000 രൂപ തന്നെയാണ്. സമ്മാനതുക 25,000 രൂപയാണ് സമ്മാനതുകയായിട്ട് വരുന്നത്. 25,000 രൂപയാണ്. അങ്ങനെ MD വാസുദേവൻ നായർക്ക് 2023 MK സാനു പുരസ്കാരം നൽകുന്ന സമയത്ത് ആ വേദിയിൽ MK സാനുവിന്റെ ഒരു പുസ്തകം കൂടി പ്രകാശനം ചെയ്തു. അതാണ് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം. ഓർത്ത് വച്ചേക്കുക, ചോദിക്കും. നമ്മളോട് ചോദിക്കാം, മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന് പറയുന്ന കൃതി രചിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ MK സാനുവാണ്.
2023 MK സാനു പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ MT വാസുദേവൻ നായർക്കാണ്. MT വാസുദേവൻ നായർക്കാണ് 2023 MK സാനു പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. അതിനോടൊപ്പം പ്രകാശനം ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന് പറയുന്നത്. ആരെഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരെഴുതി? MK സാനുവാണ് എഴുതിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, അല്ലെ? മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരവും സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്ന മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 2000 പ്രഥമ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നൽകി തുടങ്ങുന്നത് 2000 തിക്കോടിയനാണ് ലഭിച്ചത്. പി കുഞ്ഞനന്ദൻ, അല്ലെ? പി കുഞ്ഞനന്ദൻ എന്നറിയപ്പെടുന്നു. പി കുഞ്ഞനന്ദൻ നായർ എന്നറിയപ്പെടുന്നു. തിക്കോടിയൻ അദ്ദേഹത്തിനാണ് ലഭിച്ചത്. 2000 മുന്നേറിയ BS ചോദിച്ചിട്ടുണ്ട്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ചോദിക്കുകയാണെങ്കിൽ M ലീലാവതിയാണ്. M ലീലാവതി. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ചോദിക്കുകയാണെങ്കിൽ ആരാണ്? M ലീലാവതിയാണ്. M ലീലാവതി. M ലീലാവതിക്ക് 2012 M ലീലാവതിക്ക് 2012 M ലീലാവതി. അപ്പൊ നമുക്ക് 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആർക്ക് ലഭിച്ചു? പോൾ സക്രിയ. നമ്മൾ പഠിച്ചായിരുന്നു 19 വള്ളത്തോൾ പുരസ്കാരം പോൾ സക്രിയയ്ക്കാണ് ലഭിച്ചത്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പോൾ സക്രിയാണ്. പോൾ സക്രിയ. 2022 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ A സേതുമാധവനാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഓപ്ഷൻ A സേതു എന്നായിരിക്കും തന്നിരിക്കുക, അല്ലെങ്കിൽ A സേതുമാധവൻ എന്ന് തന്നിരിക്കും. മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക ചോദിക്കുകയാണെങ്കിൽ 3 ലക്ഷം രൂപയാണ്. സമ്മാന തുക ചോദിക്കുകയാണെങ്കിൽ എത്ര ലക്ഷം രൂപയാണ്? 3 ലക്ഷം രൂപയാണ് സമ്മാന തുക. അപ്പോൾ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ച വ്യക്തി ആരാണ്? പോൾ സക്രിയയാണ്. 2022 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കാണ്? A സേതുമാധവനാണ് ലഭിച്ചിരിക്കുന്നത്. പ്രഥമ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് തിക്കോടിയനാണ്. തിക്കോടിയൻ എന്ന തുല്യനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് പി കുഞ്ഞനന്ദൻ നായർ. ഓർത്തു വെച്ചേക്കുക. വനിത M ലീലാവതിയാണ്. പ്രഥമ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച വനിത ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? M ലീലാവതിയാണ്. 2012 ലഭിച്ചിരിക്കുന്നത്. 2012. പോൾ സക്രിയയുടെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയുണ്ട്, ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും, അല്ലേ? ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും പോൾ സക്രിയയുടെ ഒരു കൃതിയാണ്. എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ഒരു 2 കൃതിയും കൂടി പറഞ്ഞ് നമുക്ക് മെല്ലെ ഇന്നത്തേക്ക് തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അതിലൊന്ന്, രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്? രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ സാറാ ജോസഫിനാണ്. സാറാ ജോസഫ്. രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം 2023 പ്രഖ്യാപിച്ചു. അത് 2024 നൽകിയിരിക്കുകയാണ്. ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ സാറാ ജോസഫിനാണ്. സാറാ ജോസഫ്. സാറാ ജോസഫിന് ഏത് കൃതിക്കാണ് നൽകി എന്ന് ചോദിച്ചാൽ കറ എന്ന് പറയുന്ന അവരുടെ കൃതിക്കാണ് നൽകിയിരിക്കുന്നത്. കറ എന്ന് പറയുന്ന കൃതിക്കാണ്, സമഗ്ര സംഭാവനയല്ല, അവരുടെ കൃതിക്കാണ് എന്ത് ചെയ്യുന്നത്? പുരസ്കാരം നൽകിയിരിക്കുന്നത്. അപ്പൊ രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് സാറാ ജോസഫ് ആണ്. ഏതാണ് കൃതി? കറ എന്ന് പറയുന്ന കൃതിക്കാണ്. പ്രഥമ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ കെ വേണുവാണ്. പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? കെ വേണുവാണ്. കെ വേണു. ഏതാണ് കൃതി? ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന് പറയുന്നതാണ്. ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന് പറയുന്നതാണ് ആരെഴുതി? കെ വേണു എഴുതിയ കൃതിയാണ്. അപ്പോൾ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം സമഗ്ര സംഭാവനയുള്ള കൃതിക്കാണ്. നമ്മളോട് ഒരുപക്ഷെ ഈ കൃതികൾ ഏതെങ്കിലും തന്നതിന് ശേഷം ആരെഴുതി എന്നായിരിക്കും ചോദിക്കുക. അപ്പൊ സാറയുടെ കറ. അപ്പൊ സാറാ ജോസഫ് ഏതാണ് കൃതി എന്ന് ചോദിച്ചാൽ കറ എന്ന് പറയുന്ന കൃതിക്കാണ് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം രണ്ടാമത് ലഭിച്ചിരിക്കുന്നത്. പ്രഥമ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കെ വേണുവാണ്. ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പുരസ്കാരം സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് നൽകുന്ന സ്വാതി സംഗീത പുരസ്കാരം 2021.
സ്വാതി സംഗീത പുരസ്കാരം 2021 പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് 2024 പ്രഖ്യാപിച്ചത് കൊണ്ടാണ് 2021 പുരസ്കാരം 2024 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുരസ്കാരം 1997 മുതലാണ് നൽകുന്നത്. 1997 മുതലാണ്. സമ്മാന തുക നമുക്കറിയാം 2 ലക്ഷം രൂപയാണ്. സമ്മാന തുക 2 ലക്ഷം രൂപയാണ് അല്ലെ. രാജാക്കന്മാരിൽ സംഗീതജ്ഞനും സംഗീതജ്ഞരിൽ രാജാവുമായിരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് സ്വാതി തിരുനാൾ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് നൽകുന്ന ഒരു പുരസ്കാരം കൂടിയാണ് സ്വാതി സംഗീത പുരസ്കാരം എന്ന് പറയുന്നു. അതിൽ 2021 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ അത് PR കുമാര കേരളവർമ്മ. PR കുമാര കേരളവർമ്മ, കർണാടക സംഗീതജ്ഞനായിരിക്കുന്ന PR കുമാര കേരളവർമ്മയ്ക്കാണ് 2021 സ്വാതി സംഗീത പുരസ്കാരം. ഓർത്ത് വെച്ചേക്കുക, അത് 24 പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. പ്രഥമ പുരസ്കാരം ശമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർക്കാണ്. പ്രഥമ പുരസ്കാരം 1997 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ശമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർക്കാണ് പ്രഥമ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നിങ്ങൾ നോക്കുക. നമുക്ക് മറ്റു പുരസ്കാരങ്ങളുമായിട്ട് പിന്നീട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.